വെള്ളത്താൽ നീ സൗഖ്യം പ്രാപിച്ചു. യേശു സുഖം തന്നില്ലെന്നായൂതന്മാരോതി അന്ധൻ ചൊല്ലി ആശീലോഹായി മുഴുകും കുരുടർക്കേവർക്കും സൗഖ്യം കിട്ടിടുമെങ്കിലേ നീക്കീശോ. യേശു തമ്പുരാൻ പോകുമ്പോൾ പറവി മുതലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ അവനോട്, ഗുരുവൻ കുരുടനായി ജനിപ്പാൻ തക്കവണ്ണം പാപം ചെയ്തത് ആരാ, ഇവനോ അവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, ഇവനും ഇവന്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടുവാനായിട്ടാണ്. പകലുള്ളപ്പോൾ തന്നെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ എന്നാൽ നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. ഒരുവനും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാത്തതായ രാത്രി വരുന്നു. ലോകത്തിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി. തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു. അവന്റെ അയൽക്കാരും അവനെ മുമ്പ് ഭിക്ഷക്കാരനായി കണ്ടിട്ടുണ്ടായിരുന്നവരും, ഇവനല്ലയോ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ചിലർ അവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലരല്ല, അവനെ പോലെ മറ്റൊരുത്തനെന്നും പറഞ്ഞു. അവർ, നിന്റെ കണ്ണുകൾ തെളിയിച്ചത് എങ്ങനെയെന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്ന പേരുള്ളവൻ മണ്ണ് കുടിച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട് നീ പോയി ശിലോഹാമിലെ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ചയുണ്ടാകുകയും ചെയ്യുന്നു ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ എവിടെ എന്ന് ചോദിച്ചതിന് അവൻ അവരോട്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മുമ്പ് കുരുടനായിരുന്ന ഇവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്നു. യേശു തമ്പുരാൻ മണ്ണ് കുഴച്ച് അവന്റെ കണ്ണുകളെ തെളിയിച്ചത് ശാബത്തിലായിരുന്നു. അപ്പോൾ പരീശന്മാർ അവനോട്, നിനക്ക് എങ്ങനെ കാഴ്ചയുണ്ടായി എന്ന് ചോദിച്ചു. അവനവരോട്, അവൻ എൻ്റെ കണ്ണുകളിൽ മണ്ണ് തേച്ചു, ഞാൻ കഴുകി എനിക്ക് കാഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാബത്തിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ എന്ന് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെ ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെ കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അവനവരോട്, അവനൊരു പ്രവാചകനാവുന്നുവെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യൂതന്മാർ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച് അവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളും അവൻ കുരുടനായിരുന്നിട്ട് കാഴ്ച പ്രാപിച്ചതാണ് എന്ന് വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആ പുത്രൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചതിന് അവന്റെ മാതാപിതാക്കന്മാർ, ഇവൻ ഞങ്ങളുടെ പുത്രനാകുന്നുവെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്ന് ഞങ്ങൾക്കറിയാമെന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്നോ അവന്റെ കണ്ണുകളെ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ, അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്നുത്തരം പറഞ്ഞു. അവൻ മിശിഹാകുന്നുവെന്ന് ആരെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ ആയവനെ സംഘത്തിൽ നിന്ന് പുറന്തള്ളണമെന്ന് യൂതന്മാർ നിശ്ചയിച്ചുണ്ടായിട്ടുള്ളായിരുന്നത് കൊണ്ട് അവന്റെ മാതാപിതാക്കന്മാർ യൂതന്മാരെ ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതും. കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ട് അവർ, ആ മനുഷ്യൻ പാപിയാകുന്നുവെന്ന് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് നീ ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അവനവരോട്, അവൻ പാപിയാകുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച ലഭിച്ചുമിരിക്കുന്നുവെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അവർ പിന്നെ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണുകളെ എങ്ങനെ തെളിയിച്ചു എന്ന് ചോദിച്ചു. അവനവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? ഇനി എന്ത് കേൾപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിങ്ങളും അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. അവരോ ശകാരിച്ചുകൊണ്ട് അവനോട്, നീയാണ് അവന്റെ ശിഷ്യന്മാർ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു.
മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അവന്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിളിയെ കൈക്കൊള്ളുന്നില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവനെയാണ് ചെവിക്കൊള്ളുന്നതെന്നും നമുക്കറിയാം. ഉടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആരും തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവസംബന്ധിയല്ലായിരുന്നു അത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ ശേഷം ബാബത്ത് ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്താക്കി കളഞ്ഞു. അവർ അവനെ പുറത്താക്കി എന്ന് കേട്ടിട്ട് യേശുദമ്പുരാൻ അവനെ കണ്ടിട്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. സൗഖ്യം പ്രാപിച്ചവൻ, കർത്താവേ, അവൻ ആരാകുന്നു എന്ന് ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവനോട്, നീ അവനെ കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവനെന്ന് പറഞ്ഞു. അവനാകട്ടെ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് വീണു വന്ദിച്ചു. അനന്തരം യേശുദമ്പുരാൻ, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിപ്പാനും കാഴ്ചയുള്ളവർ കുടലാകുവാൻ വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാർ ചിലത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരായിരിക്കുന്നുവെന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളും പാപത്തിൽ നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞു.